നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ബ്രേക്കിന് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് ആവേശം തിരികെ എത്തിയെങ്കിൽ FC ഗോവ ഇന്ന് ഹൈദരാബാദ് FCയെ നേരിടാനൊരുങ്ങുമ്പോൾ അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഹൈദരാബാദ് FC എന്ന ക്ലബ്ബ് അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സാലറി വിഷയത്തിൽ മികച്ച താരങ്ങളിൽ ഭൂരിഭാഗവും ടീം വിട്ടുപോയെങ്കിൽ വിദേശ താരമായി ഇനി ബാക്കിയുള്ളത് ജാവോ വിക്ടർ മാത്രമാണ്. ഇന്ന് FC ഗോവയെ നേരിടുമ്പോൾ രജിസ്റ്റർ ചെയ്ത 19 താരങ്ങളിൽ പകുതിയിലധികവും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറ്റം കാത്തിരിക്കുന്നവരുമാണെങ്കിൽ 19-ൽ 4 പേർ ഗോൾ കീപ്പർമാരുമാണ്. ഇന്ന് മത്സരം നടക്കേണ്ട ഗാച്ചിബൗളി സ്റ്റേഡിയത്തിൻ്റെ നിലയും വളരെ മോശം തന്നെ എന്ന റിപ്പോർട്ടുകൾ. ഫ്ലഡ് ലൈറ്റ് പോലും പരിശോധിച്ചത് ഇന്നലെ രാത്രി മാത്രമാണെങ്കിൽ മുൻകൂർ അനുമതി എടുത്തിട്ടില്ല എന്നതിനാൽ 1000 കാണികളെ മാത്രമേ പരമാവധി പ്രവേശിപ്പിക്കാനും അനുമതിയുള്ളൂ. FC ഗോവൻ പരിശീലകൻ മാനുലോ മാർക്കസ് നേരത്തെ പരിശീലിപ്പിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ചാമ്പ്യൻ പടയാക്കി മാറ്റിയെടുത്ത ഹൈദരാബാദ് FCയുടെ പരിതാപകരമായ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മാനുലോ മാർക്കസ് പറയുന്നത് ഫുട്ബോളിൽ വല്ലതും വളർത്തിയെടുക്കുക അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമെങ്കിൽ തകർത്തെറിയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഹൈദരാബാദ് FCയുടെ ഈ അവസ്ഥയിൽ ഏറെ ദുഃഖിതനാണ് ഞാൻ എന്നുമാണ്. എന്തായാലും ഇന്ന് ഹൈദരാബാദ് FCയെ നേരിടുമ്പോൾ 3 മുഴുവൻ പോയിന്റുകളും നേടിയെടുത്ത് പട്ടികയിലെ ആദ്യ സ്ഥാനത്തേക്ക് തിരികെ എത്തുക എന്നത് തന്നെയാണ് FC ഗോവയുടെ ലക്ഷ്യമെന്നും മാനുലോ മാർക്കസ് കൂട്ടിച്ചേർക്കുന്നു.